കൂടുതൽ സമയം നമ്മൾ അവരോട് ചിലവാക്കി കഴിയുമ്പം നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലേക്ക് നമ്മൾ അവരെ കൂടുതൽ ഇറക്കിക്കൊണ്ട് പോകുമ്പം സൊസൈറ്റിക്ക് ഇവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, ഇവരോട് കൂടുതൽ അടുക്കാൻ പറ്റും, അപ്പോൾ അവരുമായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റും. കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു കാര്യം. അവർക്കെല്ലാം പക്കായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവരും അവരുടേതായ ഒരു ലോകത്തിൽ അവരുടേതായ രീതിയിൽ അവരങ്ങ് ജീവിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവർക്കും മറ്റു കുട്ടികളെ പോലെ തന്നെയാണ് അവരും. ഓസം ബൈറ്റ്സ് പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള 5 കൂട്ടുകാരും അവരുടെ അമ്മമാരും ചേർന്ന് നടത്തുന്ന ഒരു ബേക്കിംഗ് സെൻറ്ററിലാണ് നമ്മളുള്ളത്. ഓസം ബൈറ്റ്സിലെ ഓസം വിശേഷങ്ങളാണ് ഇന്ന് ഇന്ത്യനോമിക്സിലുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് ഓസം ബൈറ്റ്സ്. അപ്പം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാരാണ് കൂടെ ഉള്ളത്. എന്തായിരുന്നു ഓസം ബൈറ്റ്സിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ട്? ഓസം ബൈറ്റ്സ് ഒരു ഓട്ടിസം ക്ലബിൻ്റെ വെഞ്ചറാണ്. ഓട്ടിസം ക്ലബ് എന്ന് പറഞ്ഞാൽ ഓട്ടിസമുള്ള കുട്ടികളുടെ പാരൻസിൻ്റെ അസോസിയേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഈ 10th 12th കഴിഞ്ഞ കുട്ടികളെ നമ്മൾ എംപ്ലോയ്മെൻറ്റിനൊക്കെ വേണ്ടി ശ്രമിച്ചപ്പോഴും അവരുടെ കുറച്ച് ഈ സോഷ്യലൈസേഷൻ അതുപോലെ സ്പീച്ചൊക്കെ ഇച്ചിരി ഡിലേ ഇച്ചിരി കുറവായതുകൊണ്ട് അത് അത്രയൊക്കെ സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ നമ്മൾ ഇവർക്കെന്നാൽ ഒരുപാട് കഴിവുമുണ്ട്. അപ്പോൾ ഈ കുക്കിംഗ് പലർക്കും ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഓട്ടിസമുള്ള കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം 10th 12th അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്തവർ നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തു. കുക്കിങ്ങിൽ മെൻറ്റർ അനീറ്റയാണ്. അനീറ്റ ഒരു നല്ല ഹോം ബേക്കറാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഓരോ കുഞ്ഞു സ്റ്റെപ്സും വെച്ചിട്ട് അനീറ്റ ഞങ്ങൾ ട്രെയിൻ ചെയ്തു. അത് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോൾ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീഡിയോ ഷെയർ ചെയ്തും അവരെ ട്രെയിൻ ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്ത് പിന്നെ ഓരോ കുഞ്ഞു സ്റ്റെപ്പായിട്ടാണ് ട്രെയിൻ ചെയ്തതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവരെ ട്രെയിൻ ചെയ്തു. ഇവർക്ക് അതൊരു ജീവിതമാർഗമാക്കി കൊടുക്കാൻ ഒരു ബേക്കറി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓസം ബൈറ്റ്സ് രൂപീകരിച്ചത്. പേരെന്ന് പറയുന്നത് ഓട്ടിസം ഓസം കൂടെ കമ്പൈൻ ചെയ്തിട്ട് അപ്പം അത് തന്നെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ബേക്ക്ഡ് കുക്കീസ് ആൻഡ് ബ്രൗണീസ് ആണ് മെയിനായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തായാലും ഞങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ മൈദ, റിഫൈൻഡ് ഷുഗർ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പ്യുവർ ബട്ടറൊക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റിയലി ഓസം ആവും. ഇങ്ങനെയുണ്ട് ബേക്കിംഗ് ഒക്കെ. ബേക്കിങ്ങിൽ എന്താ ഇഷ്ടം ഏറ്റവും കൂടുതൽ ചെയ്യാൻ? എന്താ? Ragi wheat brownies, white chocolate brownies. Tell them something about our baking. What do you like to do? White chocolate brownies. Okay. White chocolate brownies. To make white chocolate brownies, what do you do first? You measure ingredients. You like to do that? Wheat flour. Okay. You measure? Yes. Okay. And then he likes to eat also. Right? Yes. That is the main thing. നമ്മുടെ പിള്ളേരെല്ലാം ഫുഡീസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം വരുമ്പോഴത്തേക്ക് എല്ലാവരും റെഡിയാണ്. ബട്ട് ദർ ഇസ് എ റൂൾ ദാറ്റ് യു കനോട്ട് പിക്ക് ഫ്രം ദ ബേക്ക് ചെയ്ത സമയത്തോ കുക്കിങ്ങിൻ്റെ സമയത്ത് യു കാൻ ടച്ച് എനിത്തിങ്. അപ്പോൾ അതൊരു റൂള്. അത് കുറച്ച് സമയം എടുത്തു. സോ അതുകൊണ്ട് പിന്നെ അവരത് എടുക്കത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. नीले अंबर पर चांद जब आए
प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए नीले नीले अंबर पर चांद जब आए. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം റുട്ടീനിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. മറ്റേ അതിനു മുമ്പ് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ തന്നെ ആയിരുന്നില്ലേ. അപ്പോൾ ശരിക്കും ഭയങ്കര അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓട്ടിസം ക്ലബ്ബ് എറണാകുളം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അത് അയാൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അറിയാം അവന് എല്ലാ മാസവും സാലറി ആയിട്ട് കിട്ടും, അതൊക്കെ അവനറിയാം. അപ്പം ഇപ്പോൾ ഗിഫ്റ്റൊക്കെ ബർത്ത്ഡേസൊക്കെ ആരുടെയെങ്കിലും വന്നാൽ കാശ് കൊടുത്ത് അങ്ങനെ വാങ്ങാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ അവൻ്റെ കാർഡ് വെച്ച് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഇത് മോനാണ് ഈ ഗിഫ്റ്റ് അച്ഛന് കൊടുക്കണേ കേട്ടോ, അല്ലെങ്കിൽ ചേച്ചിക്ക് കൊടുക്കണേ, അങ്ങനെ പറഞ്ഞാണ് കൊടുക്കുക. അപ്പോൾ അവനത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ ഏൺ ചെയ്യുന്നതുകൊണ്ടല്ലേ അവനത് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവന് പറ്റില്ലല്ലോ അത്. ഈരണവെന്നിലാവിൽ പൂക്കുടവർ മറിഞ്ഞു ഈ നദീത്ത പുളിരങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂകുടവ തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകൾമാർ മുടിയിൽ വെച്ചു നീരാടുവാൻ നിറയിൽ നീരാടുവാൻ നിറയിൽ നീരാടുവാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ റോളാണ്. ഒരു ഓൺട്രപ്രണർ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ഒരു കുറച്ചും കൂടി സപ്പോർട്ട് വേണ്ടേ. അപ്പം ഈ ഡബിൾ റോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ആദ്യം അമ്മമാരാണ്. അപ്പോൾ കുട്ടികളുടെ കംഫർട്ട് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ നീങ്ങണേ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം, അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഇൻകം വരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അതും നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ആ രീതിയിൽ കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും അതെ വീട് വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓസം ബൈറ്റ്സ്. ഇപ്പോൾ കുക്കിംഗ് ലൈഫ് സ്കില്ലാണെങ്കിലും കൂടി ബേക്കിങ്ങിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, പ്രത്യേകിച്ച് സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ. ഓൺലൈൻ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലൈക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഇട്ട് ബേസിക്കായിട്ട് കുറേ ഇത് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് ബേസിക് ഒരു വീറ്റ് കുക്കി വെച്ചിട്ട് അവരെ ഒന്ന് ഈ ഇവിടെ വന്ന് ഈ എക്യുപ്മെൻറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എല്ലാം ലൈക്ക് ഒരു ഫോർമൽ രീതിയിൽ അങ്ങനെ ചെയ്തത്. നമ്മൾ ബോർഡിൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സിങ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സ് വരെ നമ്മൾ ലൈക്ക് ടേക്ക് എ ബോൾ ലൈക്ക് അങ്ങനത്തെ വരെ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് എവറി ഡേ നമ്മൾ ഈ സെയിം തിങ് ചെയ്ത് നമ്മൾ ഇവരൊന്ന് ഫെമിലിയറായി ഈ ഒരു പ്രോസസ്സ്. പിന്നെ ഈ വീറ്റ് കുക്കിന്ന് ഓരോ കുക്കീസ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ഫ്ലേവേഴ്സ് വേറെ ആഡ് ചെയ്ത് ദെൻ വി സ്റ്റാർട്ടഡ് ബ്രൗണീസ് കുക്കീസ്. ഇപ്പോൾ ഒരു 20 വെറൈറ്റീസ് ഉണ്ട്. സേവറി, അപ്പം കുറച്ച് ഡയബറ്റിക്കും ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ വാണ്ട് സേവറി, അപ്പം ഒട്ടും ഷുഗർ ഇല്ലാത്ത ഞങ്ങൾക്കൊരു 3 വെറൈറ്റി ഇതുണ്ട്. പിന്നെ നമ്മൾ മില്ലറ്റ്സും ആഡ് ചെയ്തു, കുറേ റെസിപ്പീസ് മില്ലറ്റ്സും ആഡ് ചെയ്തു. പിന്നെ ഈ ഗ്ലൂറ്റൻ ഫ്രീ, കേസിൻ ഫ്രീ, ഷുഗർ ഫ്രീ അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും.
പിന്നെ അത് കൂടാതെ നമ്മൾ ജ്യൂസസ്, മഫിൻസ്, കപ്പ് കേക്ക്സ്, പിന്നെ ബർത്ത്ഡേക്ക് ചില പിള്ളേർക്ക് ഡയറ്ററിസ്റ്റിക്സ് ഉള്ള പിള്ളേർക്ക് അവർക്ക് കേക്ക് വേണം, ഗ്ലൂട്ടൻ ഫ്രീ കേക്കൊക്കെ വേണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ബർത്ത്ഡേ കേക്ക്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് സപ്പോർട്ടുകൾ ആവശ്യമുണ്ട്, ഫൈനാൻഷ്യലായാലും മറ്റു കാര്യങ്ങളാണ്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ടുകൾ ഉണ്ടായത്? ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. കാരണം ഫിനാൻഷ്യലി ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് റോട്ടറി ക്ലബ്ബ്, അതുപോലെ പല കോർപ്പറേറ്റ് ഓഫീസൊക്കെ ഇൻഫോ പാർക്കിലൊക്കെ അവരൊക്കെ മുന്നോട്ട് വന്നായിരുന്നു. പിന്നെ ഓട്ടിസം ക്ലബ്ബ് ആണ് ഈ ഓസം ബൈറ്റ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, റെൻറ്റിനും കൊടുക്കാനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഗൈഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതൊക്കെ നമുക്ക് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഓൺട്രപ്രൂണർ ഓഫീസർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഈ ഓസം ബൈറ്റ്സിൻ്റെ യാത്രയിൽ എന്തെങ്കിലും ചാലഞ്ചസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ചാലഞ്ചസ് ഒന്നായത് തന്നെ ഫസ്റ്റ് ചാലഞ്ച് നമ്മുടെ കുട്ടികളെ ഒന്ന് സെറ്റിലാക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവർക്ക് ആങ്സൈറ്റി ലെവലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ പുതിയ ഇതിലേക്കൊക്കെ. പക്ഷേ അമ്മമാർ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ വേറെ സ്റ്റാഫൊന്നുമില്ല, എല്ലാ കുട്ടികളുടെ കൂടെ അമ്മമാർ. അപ്പോൾ അമ്മമാർക്ക് ആ കുട്ടികളെ കറക്റ്റായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ ഇത്ര വർഷമായതുകൊണ്ട് എല്ലാ അമ്മമാർക്കും എല്ലാ കുട്ടികളെയും അറിയാം. അപ്പോൾ അവരിലുള്ള ചെറിയ മൂഡ് ചേഞ്ചസും ചെറിയൊരു അനക്കം പോലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവനൊരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവന് വിശന്ന് തുടങ്ങി, അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അവരെ ഒന്ന് സെറ്റിൽ ചെയ്ത് സ്മൂത്താക്കി ഇത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് ചാലഞ്ച്. ഞങ്ങളുടെ ഫസ്റ്റ് ചാലഞ്ച് അതായിരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഓട്ടിസം മാതിരിയുള്ള വേറെയും കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ചിലരെന്താണ് ഇതോടുകൂടി ജീവിതം തീർന്നു എന്ന് വിചാരിച്ചിട്ട് വീട്ടിലടച്ചിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരോടൊക്കെ നിങ്ങളെ ഉദ്യമത്തിലൂടെ എന്താണ് പറയാനുള്ളത്? ട്രൈ ചെയ്യുക, കുട്ടികളുടെ കാര്യം ആദ്യം ആലോചിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് സക്സസ് ആവും. വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ട ആൾക്കാരെല്ലാവരും പുറത്തേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ടത്രയും എക്സ്പോഷറും ഫ്രീഡമും കൊടുക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ കം ഫോർവേഡ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് വിജയകരമായിട്ട് 4ാം വർഷത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവില്ലേ, ഫ്യൂച്ചർ പ്ലാൻസുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പം മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങൾക്കൊരു കഫേ ഫൈനലി അത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിനാൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക. ജീവനിയം എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദ ഹോസ്പിറ്റൽ കം തെറപ്പി സെൻറ്റർ അവർ പുതിയൊരു ബിൽഡിംഗ് ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റിൽ തുടങ്ങി. അപ്പം അവിടുത്തെ ഡോക്ടർ രശ്മി, പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ ഓട്ടിസം ക്ലബിനും ഓസം ബൈറ്റ്സിനും ഒരു ഓഫർ തന്നു, അവരുടെ കഫേയിൽ ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ. പിന്നെ ഞങ്ങളുടെ ഓട്ടിസം ക്ലബിൽ നിന്ന് 2 പിള്ളേർക്ക് അവിടെ കഫേ മാനേജ് ചെയ്യാൻ, ആ പിള്ളേരും അവരുടെ മദേഴ്സും അല്ലെങ്കിൽ ഹൂവർ ഏതെങ്കിലും ഒരു ആൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ആ ഡ്രീം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നു. ഓസം ബൈറ്റ്സ് വിജയകരമായിട്ട് ഓരോരോ സ്വപ്നങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര കൂടുതൽ ഓസമായിരിക്കട്ടെ. ഒരുപാട് ഈ സൊസൈറ്റിയിലുള്ള ഒരുപാട് പേർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അവരെന്താണ് അടച്ചിട്ടിരിക്കുന്ന വാതിലുകൾ തുറന്ന് അവർ പുറത്തോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിജയം കാണട്ടെ, കൂടുതൽ ബിസിനസ്സുകൾ നിങ്ങളെ തേടിയെത്തട്ടെ. താങ്ക് യു സോ മച്ച്.